ടേസ്റ്റ് നോക്കാണ് ഇന്നേരം കുറച്ചൊക്കെ ആണോ? അടിപൊളിയാ? ടേസ്റ്റിന്റെ വലിപ്പമില്ലാന്നുള്ളൂ അല്ലേ? മുതലില്ലല്ലേ? ഇത് മംഗളിന്റെ വലിപ്പമുണ്ടല്ലോ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീടിന്റെ പ്രത്യേകത കണ്ടില്ലേ? അതായത് എന്റെ ഞങ്ങളെ ഉമ്മ ഉണ്ട്, മാളവിടെ പുറകിലിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു ഉമ്മക്ക് സുഖമില്ല, സോഡിയത്തിന്റെ കുറവ്, അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ പോകുന്ന ഇവിടേക്കെല്ലാം ഹോസ്പിറ്റലിലേക്കാണ്. നമ്മളവിടെ എടരിക്കോട് നമ്മെല്ലാവരുടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഉമ്മാനോടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉമ്മ എല്ലാവരും നിങ്ങളെ ചോദിച്ചിന്ന്. അപ്പോൾ എല്ലാവരോടും അന്വേഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇല്ലമ്മ? അതെ, അതാണ് ഇപ്പൊ വണ്ടിയില് മുമ്പത്തെ യാത്രയിലൊന്നും ഉമ്മ ഇല്ല. അന്നത്തെ കാലത്ത് ഉമ്മ വയ്യാത്തോണ്ട് ഉണ്ടായിട്ടില്ല. ആ വയ്യാത്തോണ്ട് കാലോണ്ട് വയ്യായിട്ട് കൊറേ ഔത്തന്നെ ഇറങ്ങലില്ല. ഇപ്പൊ ഈ സോഡിയം കുറവ് കാരണം ഇടക്കിടക്ക് ഇങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പോകണ്ട്. എല്ലാ കൊടുക്കും പോക്കില്ല. നമ്മളെ വഴിക്ക് തന്നെ അത്യാവശ്യം എന്തെങ്കിലും കാര്യത്തിനാണ്ട് ഇറങ്ങി വരുള്ളൂ. അത്രേ ഉള്ളൂ. അതിന്റെ ഇറങ്ങി വരുമ്പോ വാവ ചീത്തറിച്ചിട്ടാണ് നിങ്ങൾ എന്തിനാ വന്ന് വെച്ചിട്ടാണ്. എന്താ വെച്ചാ പേടിയാണേ. വരുമ്പോ പുകാൻ പോകും. അതാണ് അതാണ് അവസ്ഥ. കാല് ചവിട്ട് കിട്ടൂല. അതെ, അവ പെട്ടെന്ന് സുഖാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കോണ്ടേ, എല്ലാരും ദ്വാരിക്കോണ്ടേ. പിന്നെന്താ സംഭവം എന്ന് വെച്ചാല് ഡോക്ടറെ അടുത്ത് എന്താണ് ഇപ്പൊ ഇതായിരിക്കും കരുണീസ് ഡോക്ടറെ കാണിച്ചു. ഇനിയിപ്പോ ഡോക്ടറെ മാറ്റി കാണിച്ചാലും വേണ്ടിട്ടേ അതെ പോവാണ്, പോയൊക്കെയാണ്. അവിടെ എന്താണ് എല്ലാരെയും ഒരുവിധം എല്ലാരെയും അയാളടുത്ത് കൊണ്ടുപോക്കി. സോഡിയം കുറവുള്ള അമ്മമാരൊക്കെ കൊണ്ടുപോകണം. അപ്പൊ ഒന്ന് പോയി നോക്കട്ടെ. 2-3 പ്രാവശ്യം ഇപ്പൊ ചെക്ക് ചെയ്തു. 2 പ്രാവശ്യം കുറവാണ്, സോഡിയം കയറ്റി. സോഡിയം കൂടിയിട്ടില്ല. ഇപ്പൊ ഇന്നലെ ചെക്ക് ചെയ്തപ്പോ വീണ്ടും കുറവ് തന്നെ കാണുന്നത്. അപ്പൊ ഏതായാലും ഒന്ന് മാറ്റി കാണിക്കാന്നുള്ള അഭിപ്രായത്തിലാണ് പോകുന്നത്. വണ്ടിയാണെങ്കിൽ കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ഒപ്പിച്ചിങ്ങനെ കൊണ്ടുപോകണം. കാരണം ഉമ്മാക്ക് മറ്റുള്ള വാഹനത്തിലൊന്നും പോവാൻ വയ്യ. ക്ലച്ചൊക്കെ പൊയ്ക്കണ വണ്ടിയുടെ. അപ്പൊ എല്ലാം അങ്ങനെ ഒപ്പിച്ചുകൊണ്ട്, കാരണം അല്ലെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷയിലും ആൾക്ക് അങ്ങനെ വല്ലാതാണ്ട് ഇരിക്കാൻ വയ്യ. അപ്പൊ കാറിൽ തന്നെ ആവുമ്പോ അതാണ് നല്ലത്. ഉമ്മാക്ക് വെച്ചിട്ട് കാർ ആയിട്ടാണ്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം അല്ലേ? ഓക്കെ അല്ലമ്മ? ഈ സമയത്ത് വെച്ചാല് നമ്മുടെ കോട്ടക്കല്, അതായത് മമ്മാലിപ്പടി തിരൂർ റോഡ് ഉണ്ടല്ലോ, തിരൂർ എടരിക്കോട് മമ്മാലിപ്പടിയിൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ഈ ഓഫീസ് കഴിഞ്ഞ് വരുന്നവര്, സ്കൂൾ കഴിഞ്ഞ് വരുന്നവര്, ടോട്ടലി പ്രത്യേകിച്ച് ഈ 6 വരിപ്പാത വന്നിട്ട് പ്രത്യേക ഗുണമൊന്നും ഇവിടെ കാണില്ല. നല്ല തിരക്കാ. കരിമ്പന തേങ്ങ അല്ലേ അതിന് ശരിക്കും അർച്ചന എന്താ കരിമ്പന തേങ്ങ? കരിമ്പന തേങ്ങാന്നാ പേര്? കരിമ്പന തേങ്ങാന്നതിന്റെ പേര്? നൊങ്ക് അല്ലേ? അതെ, നമ്മളെ നൊങ്കില്ല മക്കളെ, നൊങ്ക് വീണല്ലേ? അപ്പൊ ഞങ്ങളെ ഉമ്മ ഇപ്പൊക്കെ പാലക്കാട് ഡിസ്ട്രിക്റ്റാണ് ഞങ്ങളൊക്കെ. അപ്പൊ അതിന്റെ പേരിൽ കരിമ്പന, അതായത് നമ്മളെ നൊങ്കില്ലേ, അത് ഉമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ്. ഇന്നാളെ ഒരു ദിവസം വാങ്ങിപ്പെട്ട് അത് സാധനം പോക്കിയിരുന്നു. അത് മണ്ണ് കൊണ്ടാക്കി ചെയ്യുമ്പോ അങ്ങനെ വെക്കുക. അപ്പൊ ഇത്ര പോകുന്ന മുളയായിട്ട് കീപ്പെട്ട് ഇറങ്ങും. ഇത്ര ഉണ്ടാവും മുമ്പെന്നറിയാം. അത് ഞാൻ കൊറേ തരം അന്വേഷിച്ചു നോക്കി, എവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെ എന്തിനാണ് കുഴിച്ചിടാനോ? കുഞ്ഞി തിന്നാന് അതിന്റെ രസം എന്നറിയാം. അത് കിട്ടാന്നില്ല. ആ നാട്ടിൽ പാലക്കാട് പോകുമ്പോ കിട്ടുകയും പാലക്കാട്ട് പോയി അതിന്റെ തൂമ്പില്ലേ? തൂമ്പല്ല കുട്ടി. ഈ ഇത് പിന്നെ ഇപ്പൊ നമ്മള് തിന്ന കണ്ണുണ്ടല്ലോ, അത് മൂത്തിട്ട് അതിങ്ങനെ ഉണ്ടാവും. മൂത്തിട്ട് അത് പിന്നെ നല്ല മൂത്ത് പൊത്തിട്ടുണ്ടാവും. അപ്പൊ അതിങ്ങനെ മണ്ണില് ഇങ്ങനെ വെച്ചാല് അത് മുളച്ചിട്ട് ഈ മണ്ണിക്ക് കീപ്പെട്ട് ഇറങ്ങും. അവിടുന്ന് 2-3 മാസം അത് ഇങ്ങനെ 2-3 മാസം കഴിഞ്ഞിട്ട് പറിച്ചാല് ഇതുണ്ടാവും. അതിന് കൂമ്പെന്നാ പറയുന്നത്. അപ്പൊ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ പേരേക്കാനും. അപ്പൊ അതിനെപ്പോ അറിയണവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണ്ടേ. അത് കുഞ്ഞി എന്താ രസം ടേസ്റ്റ് ആണല്ലേ? അത് കുഞ്ഞി തിന്നാല് ഞാന് കൊറേ മുന്നേ അന്വേഷിച്ചു നോക്കി കിട്ടലുണ്ട്. അപ്പൊ അന്ന് ഖദീജ പറഞ്ഞ് ഞാനിനി എവിടെയെങ്കിലും പോകുമ്പോ വട്ടാമ്പിയൊക്കെ പോകുമ്പോ കണ്ടെങ്കിൽ എന്റെ കുഞ്ഞാമ്മക്ക് ഞാൻ കൊടുന്നേരം ഇട്ടോ. പിന്നെ കുഞ്ഞാമ്മന്നെ
ഓളന്നെ അടുത്ത് തിരിഞ്ഞില്ലേ അത് എവിടെ ഉണ്ടാവൂല ഈ പയർ ഇതിങ്ങനെ വെട്ടിച്ചടിച്ചിട്ട്. ഓക്കെ കേറിക്കോളെ. ബെൽറ്റ് ഇട്ടാനല്ല അങ്ങോട്ട് പോകുമ്പോഴും പറയാൻ പറ്റൂല. സീറ്റ് ബെൽറ്റ് ഉമ്മക്ക് ആകെ മുമ്പിൽ എടുക്കാനുള്ള വെറുപ്പ് ഇതാണ് ഈ സാധനം കെട്ടി വരികയാണ് ഇല്ലമ്മ. അതാണ് ആദ്യം ഞാൻ മുന്നിൽ എടുക്കാറുള്ളത്. ഉമ്മാനെ കൈ അടിക്കണേ. പെരുംജാതി ബ്ലോക്കാണ്. തോട്ടിങ്ങല് ഇത് കാണുന്നില്ല ഇവിടുന്നാണ്ട് ഇതുണ്ടല്ലേ 1.5 ബ്ലോക്ക്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് തിരിച്ച് വേറെ വഴിക്ക് കൂടി പോവാൻ നല്ലതെന്ന് അല്ലേ. അപ്പൊ അൽഹംദുലില്ലാ ഉമ്മാനെങ്ങനെ കാണിച്ച് 4 ദിവസത്തെ ഗുളികയും മരുന്നൊക്കെ വാങ്ങി 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സോഡിയം ചെക്ക് ചെയ്ത് വീണ്ടും കാണിക്കാനാ പറഞ്ഞത്. സോഡിയത്തിന്റെ പ്രശ്നമല്ല മറ്റേ ക്ഷീണുണ്ട്. പക്ഷെ ഡോക്ടർ പറഞ്ഞ് ഈ 3 പ്രാവശ്യം സോഡിയം ചെക്ക് ചെയ്തിട്ട് ചെറിയ കൂടിക്കണേ. പക്ഷെ അതിനുള്ള മാറ്റൊന്നും ഇല്ലല്ലോ. ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്യാൻ പറഞ്ഞേ. വെർക്കലും ആയിപ്പെട്ടതന്നെയാണ് അല്ലേ. ഇങ്ങനെ അതിന് മെയിൻ ഉണ്ടാവില്ലേ. അപ്പൊ ഇപ്പൊ അടുത്ത ആഴ്ച ഹാർട്ടിന്റെ ആളെ കാണിക്കാനുള്ളതാണ് അല്ലേ. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാനും ഉമ്മാക്ക് ഒരു ഗതി ഇല്ലാത്തതാണ് പോരുന്നത്. അങ്ങനത്തെ അല്ലമ്മ. പൈസ ചെലവാക്കാനും ഗുളിക കുടിച്ചാനും ഒന്നും താല്പര്യമില്ലാത്ത ആളാണ്. ഗുളിക വേറെ ഉണ്ട്. ഇതിന്റെ പോരാത്ത ഇനിയിപ്പോ 4 ഏറെയും കായി. ഏതായാലും പെട്ടെന്ന് സുഖാട്ടെ കേട്ടോ. ഇവിടെ ഈ ബ്ലോക്ക് ഈ സമയത്ത് അധികം വണ്ടിയും പറമ്പലങ്ങാടി കൂടിയൊക്കെ പോക്ക്. പിന്നെ നമ്മള് ദമല്ലാൻ അവിടെ ഇവിടുന്ന് പോകുമ്പോ മാളൂനും അതുപോലെ തന്നെ നമ്മളെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ നുങ്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇവിടുന്ന് വാങ്ങിയിട്ട് അത് ശരിയായില്ല, അത് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കഴിക്കാനൊരു ഗുമ്മ കിട്ടിയില്ല. ഇവിടെ ഉണ്ട് നോക്കട്ടെട്ടാ. അപ്പൊ ഉമ്മാന്റെ പാലക്കാട്ടിന്റെ ചെല്ലോ ബോസ് എന്താ വില? 700. ശരിക്കും ഇളയത മൂത്ത നന്നാവൂലേ? നന്നാവൂല. കഴിക്കാനൊന്നും ഉണ്ടാവൂലല്ലേ. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ച് വലുതെടുത്തോട്ടാ. അത് വേണ്ട, എടുക്കണ്ട. കൊഴപ്പില്ലാന്ന് പറഞ്ഞ മൂത്ത മതി എന്നാ പറഞ്ഞേ. പാലക്കാട്ടുകാരെ സ്വന്തം സാധനമാണ് ഇതില്ലേ, തമിഴ്നാട്ടിലൊക്കെ. അപ്പൊ പണ്ടത്തെ കാലത്ത് ഉമ്മാന്റെ ഒക്കെ ഞങ്ങളൊക്കെ അല്ലേ കല്യാണം കഴിഞ്ഞ ഉടനെ അല്ലേ ഉപ്പാന്റെ വീട്ടിലൊക്കെ ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഏതാളെ പേര് പുത്തിരിതാമിയാ. ഒരു താമി തന്നെ ഏട്ടൻ ഉണ്ടായിരുന്നല്ലോ. മൂപ്പരെ കൊണ്ടാണല്ലോ പുത്തിരിതാമി. അപ്പൊ ആള് ജീവിച്ചിരിപ്പുണ്ട് എന്താ അറിയില്ല. ഏതായാലും അദ്ദേഹം ആണേലും അന്ന് ഇപ്പാന്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഈ പന ഉണ്ടായിരുന്നല്ലോ. ഇത് വന്നുകൊണ്ട് ഇട്ടീന്നോ അർത്തിന്നൊക്കെ എന്ന് പറഞ്ഞു മല. അന്നത്തെ പഴയ ഓർമ്മകളാട്ടോ. അപ്പൊ സാധനം ഞാൻ വാങ്ങിട്ട് വരാം. അല്ലേ നല്ല മൂത്തതല്ല, നല്ല ഇളയതും അല്ലാത്തത്. നല്ല മൂത്തല്ല, നല്ല ഇളയതോ അല്ല. അങ്ങനെ വിട്ടണം. പോയി പറഞ്ഞാലേ അവരോട് ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് നോക്കിമ്മ. അപ്പൊ അവര് പറഞ്ഞത് ശരിക്കുള്ള സീസൺ ആയിട്ടില്ല. ഇല്ലമ്മ ഇത് ശരിക്കുള്ള സീസൺ ആകണുള്ളല്ലോ. എല്ലിന് വലുതെടുത്താണ് ഇപ്പോ. ഞാൻ ആദ്യം വെട്ടി അമ്മ എടുത്തില്ല, ആ ബൈക്കേരെടുത്ത്. ഞാൻ ഇപ്പൊ 2ാമത് വെട്ടിച്ചാ. ഓൻ പറഞ്ഞ ഇത് അങ്ങനത്തെ വലുതിന്റെ സമയം ആകണുള്ളൂന്ന്. തിന്നോക്കണ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ഉണ്ടാ നോക്കാണ്. ഇന്നാലും കുറച്ചൊക്കെ ആളോ അടിപൊളിയാ. ടേസ്റ്റിന്റെ വലിപ്പമില്ലാന്നുള്ളൂ അല്ലേ. മുതലില്ലല്ലേ.
ഇതുണ്ട് ഇതൊരു ഇത് മംഗളുന്റെ വലിപ്പുണ്ടല്ലോ മോളെ, എങ്ങനെയുണ്ട്? ഇതൊരു പാരലുള്ളൂ. ആ സാധനം ടേസ്റ്റ് ഉണ്ട്, പൊടിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതിനുള്ളിൽ മുതല് കുറവാണെന്ന് മാത്രം അല്ലേ? അപ്പൊ ഏതായാലും മാഷാ അല്ലാ വണ്ടികളാണല്ലോ പനന്നൊക്കെ കഴിച്ചതാ ഞങ്ങൾ ഇങ്ങനെ പോണേ. എങ്ങനെയുണ്ട് മാളോ സാധനം? സൂപ്പറാണ് സൂപ്പറാണ്, അൽഹംദുലില്ലാ അടിപൊളി. അപ്പൊ ഞങ്ങൾ പോവാണ്, നല്ല ബ്ലോക്കാണ്, ഇതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ പോണം. ഓ ഇല്ലമ്മ, അമ്മായിമനെ പോലെ തന്നെ ഉണ്ടല്ലേ മരുവോളം. മരുവക്കും ഭയങ്കര ഇഷ്ടമാണ് പനന്നൊങ്ക്, പണ്ടേ ഇഷ്ടാണ്. ഞമ്മളെ പള്ളിപ്പുറത്തെ ആ പറമ്പിൽ മുഴുവൻ ഉണ്ടായിരുന്നില്ലമ്മ, ഇഷ്ടം പോലെ മരങ്ങള്. ഉമ്മാന്റെ വീട്ടില് ഇപ്പാന്റെ വീട്ടില്, കാരണം പാലക്കാട് ഡിസ്ട്രിക്റ്റാണ് മക്കളെ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ചെല്ലുമ്പോ ഉണ്ടായിരുന്നാ ആരിപ്പാക്കോ ഇങ്ങക്കോ? ആ പറമ്പുണ്ടായിരുന്നു, കരിമ്പനത്തോട്ടം. അല്ല ഞാൻ ആ വലിയ നിങ്ങളെ പേരല്ലേ അവിടെ നീന ആ പറമ്പിൽ ഉണ്ടായിരുന്ന ഇഷ്ടം പോലെ. ഇത് വേണ്ട വേണ്ട മതി. ഇവര് കഴിച്ചാല് നമ്മള് കഴിച്ച മാതിരിയാണ്. അൽഹംദുലില്ലാ ഇവര് കഴിക്കട്ടെ, ഉമ്മ തൊലിച്ചു കൊടുക്കണം. അതായത് മരത്തുമെന്ന് ഇപ്പൊ നമ്മളിവിടെ നമ്മളെ ഈ തെങ്ങുമ്മക്കയറ്റക്കാരൊക്കെ വിളിച്ചിങ്ങാണ്ട് തേങ്ങ ഇട്ടിങ്ങാണ്ട് നമ്മൾ ഇളനീരൊക്കെ കുടിച്ച മാതിരി ഇമ്മാന്റെ പറമ്പിന്ന് അതേപോലെ ഇപ്പാന്റെ ഒക്കെ അവിടുന്നൊക്കെ ഇവര് ഇതേമാതിരി നമ്മളൊരു താമേട്ടൻ തന്നെ ആളെ വിളിച്ചിട്ട് ഇത് ഈ നൊങ്ക് ഇവര് അറുത്ത് തിന്നിന്ന കാലം ഉണ്ടായിന്ന് മനസ്സിലായ. നമ്മുടെ മലപ്പുറത്ത് എന്ന് വെച്ചാൽ ഇത് ഈ സാധനം ഇല്ല, പുറത്തുനിന്ന് വന്നിട്ട് വേണം. അപ്പൊ ഉമ്മാക്കൊക്കെ അതിന്റെ ഓർമ്മകൾ ഒരുപാടുണ്ട്. അന്ന് ഈ ഇത് കയറ്റക്കാരനെ വിളിച്ചിട്ട് ഇതിട്ട് കഴിച്ചിന്നൊരു കാലം ഉണ്ടായത്. അപ്പൊ ആ ഓർമ്മകളൊക്കെ ഈ നൊങ്ക് കഴിക്കുമ്പോ ഇങ്ങനെ വരികയാണ്. ഉമ്മാക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അപ്പൊ പോയി നോക്കട്ടാ. അമ്മാലിപ്പടി എത്തി. മാളുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ KSRTC യാത്ര ചെയ്യാന്. അല്ലേ മാളോ? അപ്പോ ഏതായാലും ഹോസ്പിറ്റലിലൊക്കെ വന്ന് ഉമ്മാനെ കാണിച്ച് അൽഹംദുലില്ലാ ഈ 4 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കണം, ഒന്നും കൂടി സോഡിയൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ആളെ കാണിക്കാനൊക്കെ ആയി കേട്ടോ. അപ്പോ അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തില് ഏതായാലും പനന്നൊങ്ക് കഴിച്ചു കണ്ട് ഉമ്മാന്റെ ആ ആഗ്രഹം തീർന്ന് അല്ലേ? മാഷാ അല്ലാ. മാള് ബാക്കിലുണ്ട് കേട്ടാ, രസമുണ്ട്. ഇപ്പൊ നിങ്ങക്ക് ഡോക്ടർ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? മനസ്സിലായില്ലേ നിങ്ങക്ക്? ഇത് ഫുള്ള് സോഡിയം കുറവിന്റെ പ്രശ്നമല്ല, ഹാർട്ടിന്റെ പ്രശ്നവും ആ മരുന്നും കഴിക്കണല്ലോ അതിന്റെ ഉണ്ടാവും. അപ്പൊ ഇനി കാണിക്കുമ്പോ ആ ഹാർട്ടിന്റെ ഡോക്ടറോട് ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാളി. ഇപ്പൊ ഈ ഡോക്ടർ എഴുതിയ ഗുളിക കഴിച്ചാൽ ഒരുപാട് മാറ്റം വരും മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി സോഡിയം നമുക്ക് ചെക്ക് ചെയ്യാം ഇൻഷാ അല്ലാ. പിന്നെ ഉച്ചക്ക് ദേശം കഞ്ഞിയല്ലേ കുടിക്കണുള്ളൂ, പിന്നെ ഒന്നുമില്ല. അതന്നെ ചെലപ്പം എടുത്താ പറ്റാണ്ട് ഇന്നിട്ടൊന്നും ചക്കരക്കേങ്ങ് കറി, ചെലോര് മധുരക്കേങ്ങ് കറിയും. നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞ ഉണ്ടക്കേങ്ങ് കേട്ടോ. അപ്പൊ ഞങ്ങളെ മഹല്ല് പള്ളിയാണ് ഇത്, കുറുക ജുമാ മസ്ജിദ്. ഞങ്ങളെ ഉപ്പൊക്കെ ഇവിടെയാണ് ഉപ്പാനൊക്കെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ, ആമീൻ. അപ്പൊ നമ്മള് വീഡിയോ കാണുന്ന എല്ലാരോടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണ്ട, എല്ലാരും ദ്വാരക്കാനൊക്കെ പറയാം. ഷോക്കട് മാറി കിട്ടണ കഥ വന്നു എന്റെ അത്യാവശ്യം കൊണ്ടടക്കാന്. അതെ അതെ, ഇപ്പൊ വെള്ളം ചൂടാക്കി കൊണ്ടുവച്ചേര്, അത് കുളിമുറിന്ന് മുക്കിപ്പോര്, അതൊക്കെയാണ് അവസ്ഥ. തിരുമ്പണില്ല. കല്ലും വെട്ടുമ്മാനെ ഡ്രസ് തിരുമ്പണം, ഇമ്മാക്കനെ തിരുമ്പണം എന്നൊക്കെ തിരുമ്പണം. അത് എനിക്ക് തൃപ്തി വരുള്ളൂ. അപ്പൊ ഈ മെഷീനിൽ എല്ലാരും കൂടി ഇട്ട് കഴിച്ചിട്ട് തിരുമ്പല്ലേ, അപ്പൊ തൃപ്തി കഴിച്ചൊന്നുമല്ല. തൽക്കാലം എങ്ങനെയാണ് പോട്ടെ, അത് ഞാൻ ആയിക്കോളും, അള്ളാഹു വലിയവനല്ലേ കേട്ടാ. അപ്പൊ എല്ലാരും ദോരക്കൊണ്ട് ഉമ്മാക്ക് സ്വന്തമായിട്ട് അവനാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്ഥിതി ആവാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളെ ഉമ്മാനെ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു കൊടുക്കോണ്ടി. അതെ, ഉമ്മ ലൈവില് വരെ ആദ്യം ഉണ്ടായിരുന്നു, അതേപോലെ നമ്മളെ ഷോർട്സില് വീഡിയോയിൽ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉമ്മക്ക് വയ്യാത്തോണ്ടാണ്. അപ്പൊ എല്ലാരോടും ഉമ്മ സലാം പറഞ്ഞിട്ടുണ്ട്. എവിടേക്കും പോകില്ലല്ലോ. അതെ, പോകാൻ വയ്യ, അതുകൊണ്ടാണ്.
യാത്ര കൊറേ ഇരിക്കാൻ അതും പറ്റൂല. ഇനി ഇമ്മാരെ ഏടത്തിനെ കാണാന്ന് പോവാണ്ട് ഞായറാഴ്ച പോണം. ഇൻഷാ അല്ലാ അത് പോവാൻ ഇങ്ങനെ മനസ്സിലുണ്ട്. അപ്പൊ ചിലപ്പം അല്ലേ മോന് പിറ്റത്തെ ഞായറാഴ്ച വരുള്ളൂ. ഈ ഞായറാഴ്ച പോവാം. മോനായിട്ട് പോകണ്ട. നമ്മള് നോക്കാം. മോന് പിറ്റത്തെ ഞായറാഴ്ച വരുള്ളൂ. ഈ ഞായറാഴ്ച വരൂല. ഞായറാഴ്ച വന്നപ്പോ അന്ന് പോകാൻ പറ്റൂലല്ലോ. കല്യാണല്ലേ, അതിന് മുന്നേ നമുക്ക് പോവാ. അതെല്ലാം പറഞ്ഞതേ ഷൂപ്പിയും ഇതിലൊക്കെ ഉണ്ടാകുക അന്നുള്ളൂ. താത്താന്റെ മക്കളൊക്കെ ഉണ്ടാവില്ല ഞായറാഴ്ച എല്ലാ ദിവസവും അല്ല ഞായറാഴ്ച. പിന്നെ ഇപ്പൊ സ്ഥാനാർത്ഥി ഇതിനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. പെങ്ങളെ മോള് അല്ലേ, രണ്ടാമത് പെങ്ങളെ മോള് സ്ഥാനാർത്ഥി UDF-ന്റെ. സുലൈക്ക. അതെ, കാലടി അല്ലേ, കാലടി അല്ലേ, കാലടി പഞ്ചായത്തില് അല്ലേ. മാഷാ അല്ലാ. അപ്പൊ എന്തായാലും ഞങ്ങള് വീട്ടിക്ക് പോവാണ്. ഇനി നീട്ടി വിളിച്ചോളൂ. ആദ്യമായിട്ട് ചാനൽ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാൻ സൂറ വിളിച്ചപ്പോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടാ. എങ്ങനെ പറയുന്നേ? വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാന്. വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാനോ? എല്ലാവർക്കും ഷെയർ ചെയ്താലേ അതെ, അത് ഷെയർ ചെയ്തോട്ടെ. അപ്പൊ ഉമ്മാനെല്ലാരോടും ഉമ്മ അത് നമ്മളെ വീഡിയോ ഒരുപാട് മാറ്റുണ്ട്. നമ്മളെ വീഡിയോ ഉമ്മാന്റെ ഒരുപാട് പരിചയക്കാരൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഇമ്മ ഒരു സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇമ്മ എന്തെങ്കിലും കാണുകൊണ്ടൊക്കെ പൊരുത്തപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. കാണാൻ ഇപ്പൊ പറ്റുന്നില്ല, ആണ്ടും കൊണ്ടും നേരിട്ടൊന്നും പറയാന്. അപ്പൊ അല്ല അമ്മ എല്ലാരോടും സലാം പറഞ്ഞിട്ടുണ്ട്. പൊരുത്തപ്പെടുക കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ടേ ഇപ്പൊ വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പൊ വീഡിയോ അതിന്റെ പേര് നാളെ പുതിയ പുത്തൻ ഒരു വീഡിയോ വീണ്ടും വരാം. എല്ലാവർക്കും